ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്ലൗസ് ഡിസൈനാണ് കേട്ടോ. ഇത് കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ. ഇതൊരു സാരിയാണ്. ഇതാണ് നമ്മുടെ സാരിയുടെ ബോഡി പാർട്ട് വരുന്നത്. ഇത് മുന്താണി. അപ്പോൾ ബ്ലൗസ് ഓട്ടോമാറ്റിക്കലി മുന്താണിയുടെ മോഡൽ പ്ലെയിൻ കളേർഡ് ബ്ലൗസാണ് വന്നിരിക്കുന്നത്. അതിന് നമ്മൾ ലൈനിങ് ആണ് ആദ്യം വെട്ടുന്നത്. ഓക്കെ, ഞാനിതിപ്പോൾ ഓൾറെഡി ഞാൻ വരച്ച് തുടങ്ങി. അയ്യോ, അപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ നിങ്ങളെ കാണിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം എങ്ങനെയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ബ്ലൗസിൻ്റെ നമ്മൾ ബാക്ക് പോർഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഇത് പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ സാരിയുടെ ആ ഒരു ഗ്രീൻ കളർ കൂടി പൈപ്പിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ നമ്മൾ ഇങ്ങനെ ഒരു കട്ടിങ് കൊണ്ടുവന്ന് അതിലൂടെ പൈപ്പിങ് ഈ ഒരു സൈഡും ഈ ഒരു സൈഡും കൊടുക്കുകയാണ്. പിന്നെ സ്ലീവൊക്കെ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. പഫ് വന്നിട്ട് താഴത്തേക്ക് സ്ട്രെയിറ്റ് പീസ് വരുന്ന മോഡലിലുള്ള സ്ലീവാണ് ചെയ്യുന്നത്. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അത് ഞാൻ ഒരു ഫ്രോക്കിനും ചെയ്ത് കാണിച്ചു, ഒരു സാരി ബ്ലൗസിനും ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക. അപ്പം നമ്മൾ ഇത് ബാക്ക് സൈഡ്, ഈ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഓൾറെഡി വരച്ചേക്കുന്നത് ബ്ലൗസിൻ്റെ ബാക്ക് പീസാണ്. ഇത് പ്രിൻസസ് കട്ട് മോഡലാണ്. ഇതൊരു ബ്രൈഡിൻ്റെ സെക്കൻഡ് സാരിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു അധികം ഏജ്ഡ് അല്ലാത്തൊരു കുട്ടിയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സിബ് സൈഡിലാണ് ഓപ്പണിംഗ് കൊടുത്ത് സിബ് സൈഡിലാണ് വെക്കുന്നത് തന്നെ. ഓക്കെ, പ്രിൻസസ് കട്ട് മോഡൽ. ബാക്കി പാറ്റേണൊക്കെ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഷോൾഡറൊക്കെ എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഷോൾഡർ എടുത്തിരിക്കുന്നത് 5.5 ഇഞ്ച് വിഡ്ത്താണ്. 5.5 വിഡ്ത്തിലാണ് ഷോൾഡർ എടുത്തിരിക്കുന്നത്. അതേ ഒരു ലെങ്ത് തന്നെയാണ് ഞാൻ കൈക്കുഴിക്കും കൊടുത്തിരിക്കുന്നത്, 5.5. എന്നിട്ട് നമ്മൾ സ്ലീവ് വരച്ചെടുത്തു. ചെസ്റ്റ് പോർഷൻ മാർക്ക് ചെയ്തു. ചെസ്റ്റ് പോർഷൻ കറക്റ്റ് നമ്മൾ 8.5 വരുന്നത്. പക്ഷേ ഞാനിവിടെ ഒരു 8.75 മാർക്ക് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ കഴുത്ത് വന്ന് നമുക്ക് ഇതിങ്ങനെ ഒരു കട്ടിങ് വന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പ് രണ്ട് സൈഡിലുമായിട്ട് വേണം. കുറഞ്ഞു പോകും. കാരണം നമ്മൾ ഇത് ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് മറ്റേതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇഞ്ചോളം നമ്മുടെ വിഡ്ത്ത്, സാരിയുടെ ബ്ലൗസിൻ്റെ വിഡ്ത്ത് ബാക്ക് സൈഡിൽ കുറയും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തേക്ക് ഒരു 4 ഇഞ്ച് കൂടി നീക്കിയിട്ടേക്കണം. തയ്യൽ തുമ്പ് ഞാൻ 2.5 ഇട്ടേക്കുന്നത്, 2 അല്ല 2.5 ഇട്ടു. അതുപോലെ തന്നെ താഴെയും 2ന് പകരം 2.5 തയ്യൽ തുമ്പ് ഇട്ടേക്കുന്നത്. കാരണം ഈ ഒരു വിഡ്ത്ത് കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നെക്കിൻ്റെ വൈഡ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമുക്ക് 2.25 വേണ്ടത്. ഞാനിപ്പോൾ 2.5 മാർക്ക് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചു മറിക്കുമ്പോൾ 4 ഇഞ്ച് കൂടി കുറയും. അപ്പോൾ 2.25 എത്തിക്കുള്ളൂ. താഴെ ഇവിടെയാണ് നമ്മൾ കഴുത്തിൻ്റെ ഷോൾഡറിൻ്റെ അവിടെയാണ് ഞാനിപ്പോൾ 2.5 എടുത്തിരിക്കുന്നത്. താഴത്തേക്ക് ഇതിപ്പോൾ ലെങ്ത്ത് വരുന്നത്, കഴുത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 8.25 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 8.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 നമുക്ക് ഡെപ്ത് വേണ്ടത്. പക്ഷേ 1/2 ഇഞ്ച് ഇവിടെ പോവും. അതുപോലെ തന്നെ 1/4 ഇഞ്ച് ഇവിടെ കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ 8.25 എടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുത്തെ വെടുത്ത്, താഴത്തെ അല്ല സോറി മുകളിലത്തെ അല്ല താഴത്തെ വെടുത്ത് എടുത്തിരിക്കുന്നത് 3 ഇഞ്ച് വിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാനിത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, അയ്യോ നിങ്ങളെ കാണിക്കണമെന്നുള്ള കാര്യം ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. സോറി, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യണമെന്ന് ഞാൻ കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ഡിസൈൻ വരച്ച് ഇതിനെ 2 പീസാക്കി എടുക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇപ്പോൾ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിതിനെ വിടർത്ത് വയ്ക്കുകയാണ്. വിടർത്തിയിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് മടക്കുകയാണ്. തിരിച്ച് മടക്കി ഈ ഒരു ചോക്കിൻ്റെ പാടി ഇപ്പുറത്തെ സൈഡിലേക്കും ഒന്ന് കൊട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
കറക്റ്റ് ആ ഒരു അളവ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കഴുത്തിൻ്റെ പോർഷൻ വരയ്ക്കാം. എന്നിട്ട് ഇതിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനെ 2 പീസാക്കി എടുത്ത് മാറ്റാൻ പോവാണ്. പിന്നെ നമുക്ക് ഈ ഒരു വര ഇതുപോലെ തന്നെ ഇവിടെ കിട്ടാനായിട്ട് തിരിച്ചിങ്ങനെ തന്നെ മടക്കി ഒന്ന് കൊട്ടിയെടുക്കുകയാണ്. അല്ലെ നമ്മൾ രണ്ടാമത് അപ്പുറത്ത് വരയ്ക്കുകയാണെങ്കിൽ ചിലപ്പം അപ്പുറത്തെ ഇപ്പുറത്തെ ഷേപ്പിൽ ചിലപ്പം വ്യത്യാസങ്ങൾ വരാം. കണ്ടോ, ഈ ഒരു സൈഡ് നമുക്ക് അതുപോലെ തന്നെ കിട്ടി. ഓക്കെ, ഇനി നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് 2 പീസാക്കുകയാണ്. കണ്ടോ, നമ്മളിപ്പോൾ ബാക്ക് പീസിനെ 2 പീസാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി ഇതുപോലെ തന്നെയാണ് നല്ല പീസിൽ നിന്ന് ഇത് 2 പീസാക്കി തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ കഴുത്തിൻ്റെ ഈ ഒരു വശം നമ്മൾ വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കഴുത്തിൻ്റെ വശം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞു. എങ്ങനെ വരും ജോയിൻ ചെയ്ത് വരുമ്പോൾ. ഓക്കെ, നമ്മളിപ്പോൾ ലൈനിങ് വെച്ചിട്ട് നല്ല പീസ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് 2 പീസാക്കി എടുത്തായിരുന്നു ഇങ്ങനെ, കണ്ടില്ലേ? പക്ഷേ ഞാനിതിപ്പോൾ 2 കൂടി ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ തന്നെ, അതായത് ഈ ഒരു എക്സ്ട്രാ തള്ളിയിരിക്കുന്ന പീസ് ഇങ്ങോട്ട് തന്നെ മടക്കി വെച്ചിട്ട് ഈ ഒരു ഹാഫ് പോർഷൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ നല്ല പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ഇതുപോലെ തന്നെ 2 പീസാക്കി ഇതിനെ മാറ്റുന്നത്. ഓക്കെ, ഇതായപ്പോൾ നമ്മൾ നല്ല പീസിലേക്ക് ലൈനിങ് പീസ് ബാക്ക് പീസ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇതായപ്പോൾ നമ്മൾ നല്ല പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിനെ നല്ല പീസിനെ വിടർത്തി വെച്ചിട്ട് ഇതിനെ 2 പീസാക്കാൻ പോവാണ്. നമ്മൾ ലൈനിങ് നല്ല പീസ് ലൈനിങ് 2 പീസാക്കിയതുപോലെ തന്നെ ഒരുപോലെ വെക്കുക കേട്ടോ, ലൈനിങ് നല്ല പീസ്. നമുക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് അതേ അളവിൽ തന്നെ കിട്ടും. ഇതായപ്പോൾ നല്ല പീസും നമ്മൾ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ലൈനിങ്ങുമായിട്ട് വെച്ചു. ഇനി ഞാനിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു താഴെ വരെയുള്ള പോർഷൻ ഈ ലൈനിങ്ങുമായിട്ട് വെച്ച് അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ അടിക്കുക, എന്നിട്ട് ഇതിനെ മറിച്ചിടുക. എന്നാൽ ഇപ്പുറത്തെ പോർഷനിൽ നമ്മൾ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഈ ഒരു കഴുത്തിൻ്റെ ഭാഗം മാത്രം ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് മറിച്ചിടുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ പൈപ്പിങ്ങും വെച്ച് കൊടുക്കും, ഈ ഒരു താഴെ വരെയുള്ള പൊസിഷനിലും ഈ ഒരു പോർഷനിലും. ഓക്കെ, ഇപ്പം നമ്മൾ 2 പീസിൻ്റെയും നെക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്ത് വെച്ചു. എന്നിട്ട് കട്ടിങ്ങുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അടിച്ച് മറിക്കാനായിട്ട്.
എന്നിട്ട് നമ്മൾ ഇനി ഇത് മറിക്കുകയാണ്. ഇങ്ങനെ മറിച്ചെടുക്കുക. കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ട് മറിച്ചിടുക. ഈ സൈഡും അതുപോലെ തന്നെ മറിച്ചിടുക. ഇനി നമുക്ക് പൈപ്പിംഗ് ആണ് റെഡിയാക്കേണ്ടത്. പൈപ്പിംഗ് റെഡിയാക്കി ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പൈപ്പിങ്ങിനായിട്ട് ഞാനിപ്പോൾ ഒരു കോട്ടൺ പീസാണ്. ഇതാണ് നമ്മുടെ സാരിയുടെ കളർ, കറക്റ്റ് എക്സാക്റ്റ് ഏകദേശം അതേപോലെ തന്നെയുള്ള കളറാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ പൈപ്പിംഗ് റെഡിയാക്കി എടുക്കുകയാണ്. പൈപ്പിംഗ് റെഡിയാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക കേട്ടോ. അതായത് നമ്മൾ പൈപ്പിംഗ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ തന്നെ ഈ ഒരു പീസിൻ്റെ വശത്ത് നമ്മൾ പൈപ്പിംഗ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് തമ്മിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പൈപ്പിംഗ് ആദ്യം ഈ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ രണ്ട് സൈഡിലും പൈപ്പിംഗ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ഫുള്ളോടെ താഴെ വരെ കൊടുത്തു. ഈ ഒരു പോർഷനിൽ നമ്മൾ ഇവിടെ വരെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. ഉണ്ടോ, ഇതുപോലെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് പിൻ ചെയ്ത് നമ്മൾ ഈ ഒരു പോർഷൻ ഇതുമായിട്ട് തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, ഇതായപ്പോൾ നമ്മൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്തെടുത്തു. ഒരു ഒറ്റ പീസാക്കി റെഡിയാക്കി. ബാക്ക് നെക്ക് അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ ഫ്രണ്ട് പീസ് പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്ത് ഷേപ്പ് ചെയ്യുക, സ്ലീവ് റെഡിയാക്കുക. ഞാൻ ഇതിനി ഫിനിഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഫ്രണ്ട്സ്, ഇപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ പണി ഫുള്ളോടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ വരുന്നത്. ഇങ്ങനെ വരും. അതിൻ്റെ സ്ലീവിൽ നമ്മൾ ചെറിയ ബീഡ് കൊണ്ട് സ്പ്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഫ് സ്ലീവിൻ്റെ മുകളിൽ പഫ് വന്നിട്ട് ആ ഒരു മോഡലിലാണ് നമ്മുടെ സ്ലീവ് വന്നിരിക്കുന്നത്. ഓക്കെ, സൈഡിൽ നമ്മൾ സിബ് വെച്ച് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്